കൂട്ടുകാരൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആട്ടോ. അപ്പോൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മളിന്നൊരു റേസാണ് നടത്താൻ പോകുന്നത്. നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ സ്വന്തം നിഞ്ച ടെക്സ്റ്റണർ ആട്ടോ. എന്നിട്ട് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ തന്നെ വേറൊരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ നെറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ചില സമയത്ത് എനിക്ക് നെറ്റ് ഉണ്ടാവില്ല അധികം. അപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഇടില്ല. അപ്പോൾ നമുക്ക് നിഞ്ച ടെക്സ്റ്റണർ സ്പോൺ ചെയ്യാം. 0 ഓക്കെ, നമ്മൾ സ്പോൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടി കയറിയിട്ട് സൈഡ് എടുത്തിട്ട് റേസ് ട്രാക്കിന് അങ്ങോട്ട് പോകണം. അതായത് റേസ് ഇവിടെ തന്നെ കേട്ടോ. അതിന് വേണ്ടി അപ്ഡേറ്റ് ഒക്കെ വന്നില്ലേ പുതിയ, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് എവിടെയെങ്കിലും വെക്കുക. ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇറങ്ങാം. തൊട്ടടുത്ത് തന്നെ നിൽക്കാം, മാറണം. എന്നിട്ട് ഫോൺ എടുത്തിട്ട് നിൽക്കുക, എന്നിട്ട് വെക്കുക. എൻ്റെ മോനെ F1 റേസ് തുടങ്ങാറ്. നമുക്ക് റേസ് തുടങ്ങണേക്കും എടാ പൊട്ടമുടി കുന്തോടാ. എടാ മഞ്ഞില്ല നോക്കട്ടെ, അവന്മാർ വരട്ടെ. അവിടെ എന്താ വരാത്തത്? വണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നിഞ്ച ടെക്സ്റ്റണറാണ്. ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള വണ്ടി എന്ന് പറയുന്നത് അതാണ്. ബട്ട് F1 ആണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. F1നെ തോപ്പിക്കാൻ കുറച്ച് പണിയാണ്. ബട്ട് ലംബോർഗിനിനെ കൊണ്ടോ, ലംബോർഗിനി പൊളിച്ചിട്ടാ ഇപ്പം എല്ലാത്തിനെയും വെട്ടിച്ചത്. കുറേ പേരെ വെട്ടിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ. 11 പേരെ വെട്ടിച്ചിട്ടുണ്ട്. അവരെയൊക്കെ വെട്ടിക്കട്ടെ. അവരെ വെട്ടിച്ചിട്ട് കടത്തി വിട്ടണം. കടത്തി വിട്ട് പെട്ടെന്ന് വെട്ട്. കടത്ത് എൻ്റെ മോനെ. എൻ്റെ മോനെ എന്നൊരു സ്പീഡിലൂടെ തെറിച്ച് നമ്മൾ കയറിയില്ലെങ്കിൽ തെറിച്ച് ഇവിടെ ചാടിക്കഴിഞ്ഞാൽ നേരത്തെ പൊളിയായിരുന്നു. F1 ആട്ടോ കൂടുതൽ നല്ല സ്പീഡ്. പക്ഷെ നമ്മൾ വെട്ടിച്ചടാ. ഇവിടെ ഇതെന്ത് വേഗത്തിലോടാ ഞാൻ. അയ്യോ ചത്തടാ. എൻ്റെ തീയോ മുട്ട സ്പീഡ് അയ്യോടാ. സീനോടാ സാധനം പൊളി മച്ചാനെ. സ്പീഡോടെ നമ്മൾ മിക്കവാറും ചാവും ഗൈസ്. ഈ റേസ് തോറ്റ് പോവും. അപ്പം നമുക്ക് ഈ ഒരു റേസ് കഴിയട്ടെ. എല്ലാം ചറവറ പോകുന്നുണ്ട്. ചറവറതിനെ ഇപ്പം തീർക്കും. ഇവിടെ നിരയായിട്ടാണ് റേസ് കളിക്കുന്നത്. ബട്ട് നമ്മളിപ്പോൾ വെട്ടിക്കും എല്ലാത്തിനും. ദൂടെ F1 പോകണം. ബട്ട് F1 ഒക്കെ ഒന്നുമല്ല. ഇതെന്തത് പയ്യെ പോണത്. ഇങ്ങനെ വന്ന് അതിനെ കുറച്ച് ദൂരം ജമ്പ് ചെയ്ത് കിട്ടും. ബട്ട് ആ കുഞ്ഞു സ്ഥലത്ത് വെക്കരുത്. ഇതുപോലത്തെ വലിയ സ്ഥലത്ത് മാത്രം വെക്കണം. ഇവിടെ നിങ്ങൾ ബ്രേക്ക് പിടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് വളയ്ക്കാൻ ഈസിയാവും. കണ്ടോ ഞാൻ വളച്ചുകൊണ്ടാ. ഞാൻ എന്തത്. ഓക്കെ, അടിക്കാറായി. കയറി. എൻ്റെ ദൈവമേ. കേറിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.